നമസ്കാരം. ന്യൂവസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നാടൻ ചെറിയ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ മസാലയിൽ തയ്യാറാക്കുന്ന വളരെ സ്വാദേറിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണും. പോകാം റെസിപ്പിയിലോട്ട്. മീൻ പൊരിച്ചത് തയ്യാറാക്കാനായിട്ട് ഞാൻ 2 വലിയ കിളിമീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1/2 കിലോ തൂക്കം വരുന്ന മീനാണ്. മീൻ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം മസാലയൊക്കെ ഒന്ന് പെട്ടെന്ന് ഉള്ളിലോട്ട് പിടിക്കാനായിട്ട് ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊന്ന് മാറ്റി വെക്കാം. ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാം. മീനിലോട്ടുള്ള മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോ മസാലപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കളറിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനായിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. കുരുമുളക് പൊടിയുടെ എരിവ് വെച്ചിട്ടാണ് ഞാൻ മീൻ മസാല പുരട്ടുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പുളിക്കായിട്ട് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തത്, മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമ്മൾ ഈ മസാല തിരുമ്പി എടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി മസാല നല്ലപോലെ കൈവച്ചിട്ട് തിരുമ്പി മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കരുത്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഈ മസാല നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് മീൻ വറുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല ഇവിടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിട്ട് ഈ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മസാല മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഉപ്പ് അല്പം മുന്നിലോട്ട് നിൽക്കണം മീനിലോട്ട് പിടിച്ചു കിട്ടാനായിട്ട്. മസാലയിൽ അല്പം ഉപ്പ് മുന്നിൽ നിന്നാലാണ് മീൻ വറുക്കുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് മീനിൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് മീൻ എടുത്തിട്ട് മസാല നല്ലപോലെ പുരട്ടി കൊടുക്കാം. മീനിൽ മസാലയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് മസാലയൊക്കെ മീനിൽ പിടിക്കാനായിട്ട് നമുക്കൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെക്കരുത്. ഫ്രിഡ്ജിന്റെ താഴെ വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മീൻ പൊരിച്ചെടുക്കാം. അതിനായിട്ട് പാനിൽ ഞാൻ അടി പരക്കാൻ തരത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വെളിച്ചെണ്ണ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഏത് പാത്രം എടുക്കുന്ന അതിന്റെ അടിയൊന്ന് പരക്കാൻ തരത്തിലുള്ള വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഇവിടെ അത്യാവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഓരോ മീനായിട്ട് വെച്ച് കൊടുക്കാം. മീൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിലോട്ട് മാറ്റുക. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ആദ്യത്തെ പുറം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഫിഷ് ഫ്രൈ ഇവിടെ 2 ഭാഗം മൊരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി സെയിം എണ്ണയിലോട്ട് നമ്മൾ ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാണ്. അതോടൊപ്പം ഒരു 3 പീസ് വെളുത്തുള്ളി ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം നല്ലപോലെ ഒന്ന് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവോളയെല്ലാം ലൈറ്റ് ആയിട്ട് ഗോൾഡൻ കളറായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി മീനിലോട്ട് പുരട്ടാൻ വെച്ച മസാലയിൽ നിന്ന് കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിരുന്നു. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഈ മസാലകളെല്ലാം കൂടി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മസാല ഇവിടെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഓരോ മീനായിട്ട് ഈ മസാലയിൽ ഇട്ടിട്ട് നല്ലപോലെ മീനിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള കിളിമീൻ വറുത്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അകത്ത് ഭയങ്കര ജ്യൂസിയും പുറത്ത് ആവശ്യത്തിന് ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ്. നമ്മൾ ഏത് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴും നിങ്ങൾ ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇടരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴാണ് ആ കറക്റ്റ് ഒരു ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടുന്നത്.
അതേപോലെ തന്നെ ആ ഒരു മസാലയിൽ കൂട്ടി നമ്മൾ മീൻ ഫ്രൈ കഴിക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു സ്വാദാണ്. അത് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഈ ഒരു മസാലയും കൂടി പ്രിപ്പയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്ത ദിവസം വീണ്ടും ഒരു നാടൻ റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.